യേശുവും മറിയവും ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യം. നമ്മുടെ ഇന്നത്തെ ഈ ഇന്റർവ്യൂ ആരെയും വിമർശിക്കുവാനല്ല, ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പരിശോധിക്കാനാണ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ലോകത്തിൽ നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. യേശുവിന്റെ മാതാവായ മറിയത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? മറിയത്തെ ആരാധിക്കാമോ? മറിയത്തോട് പ്രാർത്ഥിക്കാമോ? മറിയത്തിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ബൈബിൾ അടിസ്ഥാനത്തിൽ മറുപടി പറയാനായി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ദിവ്യ ബാലകാശ്രമത്തിന്റെ സ്ഥാപകനും ന്യൂ ലൈഫ് റിട്രീറ്റ് ആൻഡ് ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഡയറക്ടറും ക്രൈസ്തവ എഴുത്തുകാരനുമായ അബ്രഹാം പുറമടമാണ്. ബ്രദർ, സ്നേഹം. നന്ദി സിസ്റ്റർ. ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ആരെയും വിമർശിക്കുകയോ വേദനിപ്പിക്കുകയോ അല്ല. മറിയം ദൈവം തെരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. എന്നാൽ നമ്മുടെ വിശ്വാസവും ഉപദേശവും ദൈവവചനത്തിൽ ആയിരിക്കണം. അതുകൊണ്ട് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. യേശുവിന്റെ അമ്മയായ മറിയത്തെ ആരാധിക്കാൻ ബൈബിളിൽ വ്യവസ്ഥയുണ്ടോ? മറിയത്തെ ആരാധിക്കാമോ? ഇല്ല. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. മറിയത്തോട് പ്രാർത്ഥിക്കാമോ? ഇല്ല. യേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം 1 തിമോത്തിയോസിന്റെ ലേഖനത്തില് പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്ന 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. കാരണം യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ. യോഹന്നാൻ 14:13 പറയുന്നുണ്ടല്ലോ, വ്യക്തമായി പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിനെ ഞാൻ ചെയ്തു തരും. പിന്നെ നമുക്ക് അവിടെ വേറൊരാളുടെ ആവശ്യമില്ല. മറിയത്തിന്റെയോ മറ്റു വിശുദ്ധന്മാരുടെയോ മറ്റും ആവശ്യമില്ല. പൗലോസിന്റെയോ പത്രോസിന്റെയോ ഒന്നും ആവശ്യം അവിടെ ഇല്ല. കാരണം മരിച്ചുപോയ വിശുദ്ധന്മാരോട് പിന്നെ പ്രാർത്ഥിക്കേണ്ടതില്ല. കാരണം ഞാൻ ചെയ്തു തരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാല്ലേ. പിന്നെ വിശ്വാസം ഇല്ലാത്തവരാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ യേശുവിന് പൂർണ്ണമായി നമ്മെ രക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓക്കെ. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കില് 3 വിദ്വാൻമാർ യേശുവിനെ സന്ദർശിച്ചു. അപ്പോ അവരാരെയാണ് അവിടെ ചെന്നപ്പോ നമസ്കരിച്ചത്? അതിനെക്കുറിച്ച് ബ്രദറിന്റെ അഭിപ്രായം എന്താ? വ്യക്തമായി കിടക്കുമല്ലേ. മത്തായിയുടെ സുവിശേഷത്തില് 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അവിടെ പറയുന്ന, അവൻ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. കണ്ടോ? അവിടെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വീണ് അവനെ നമസ്കരിച്ചു. സാധാരണ ഇത്തരം പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെയാണ് സാധാരണയായി കേട്ടിട്ടുള്ളത്, പരിശുദ്ധ മറിയമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ മറിയം പരിശുദ്ധിയാണോ? ഇല്ലല്ലോ. കാരണം അവൾ വിശുദ്ധയായ സ്ത്രീയാണ്. യേശുവിന്റെ അമ്മ വിശുദ്ധയാണ്, പക്ഷെ ദൈവത്തെ പോലെ പരിശുദ്ധൻ അല്ല. കാരണം അതിന് കാരണമുണ്ട്. മറിയത്തിനും രക്ഷിതാവിന്റെ ആവശ്യമുണ്ട്. മറിയത്തിന് അതുകൊണ്ടാണ് മറിയം പറയുന്നുണ്ടല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1:47 പറയുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, ആനന്ദിക്കുന്നു, ഉല്ലസിക്കുന്നു. അപ്പൊ അവൾക്കും രക്ഷിതാവിനെ ആവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല ദൈവം മാത്രമാണ് പരിശുദ്ധൻ. ദൈവം മാത്രമാണ് പരിശുദ്ധൻ. മത്തായി 4:10 പറയുന്നത് എന്താണ്? യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റൊരു മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയോ മരിച്ചുപോയ മനുഷ്യരെയോ നമുക്ക് ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ദൂതന്മാരെയും ആരാധിക്കാൻ വ്യവസ്ഥയില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ഏക ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. അപ്പൊ മറിയം പാപമില്ലാത്തവളാണോ? അല്ല, മറിയം പാപമില്ലാത്തവളല്ല. മറിയം അതായത് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും പാപത്തോടെയാണ് ജനിക്കുന്നത്. സങ്കീർത്തനം 51 പറയുന്നുണ്ട്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴ പാപിയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അപ്പം
അതായത് ഏക മനുഷ്യനിൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ പാപം മൂലം സകറിലേക്കും പാപം പരന്നിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യനിൽ ജനിച്ച ആർക്കും പാപത്തിൽ നിന്ന് ഒഴിവില്ല, എല്ലാവരും പാപികളാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ അംഗീകരിച്ചാൽ മാത്രമേ, ആ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ മാത്രമേ പാപത്തിൽ നിന്ന് വിടുതൽ ഉള്ളൂ. ബ്രദർ, മറിയത്തിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് പലരും പല രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ മറിയം സ്വർഗാരോഹണം ചെയ്തോ? മറിയം സ്വർഗാരോഹണം ചെയ്തോ എന്ന് പറഞ്ഞാല് ചിലർ പറയുന്നു സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ ബൈബിൾ ഒരിടത്തും മറിയം സ്വർഗാരോഹണം ചെയ്തതായിട്ട് പറയുന്നില്ല, കാണുന്നില്ല. എന്നാൽ മറിയം നല്ലൊരു ക്രിസ്തീയ വിശ്വാസി ആയതുകൊണ്ട് മറിയം കർത്താവിന്റെ 8ാമത്തെ വരവിലാണ് എടുക്കപ്പെടുക. ഫലസ്തീനിയയിൽ മറിയത്തെ അടക്കം ചെയ്ത കല്ലറ ഇന്നും ഉണ്ട്. മറിയം ടോംബ് എന്ന് പറഞ്ഞിട്ട് ഇന്നും അവിടെയുണ്ട്. മാത്രമല്ല, അതാണ് ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ പാരമ്പര്യവും. ഒരു വചനം അതിനായിട്ട് തെളിവിനായിട്ട് പറയുന്നുണ്ട്. എന്താണ്? യോഹന്നാൻ 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മാത്രമല്ല, ഒരു ക്രിസ്തീയ വിശ്വാസി മരിച്ച്, ഇപ്പൊ മറിയം നല്ലൊരു ക്രിസ്തീയ വിശ്വാസിയാണ്, ആദിമ വിശ്വാസിയാണ്. അപ്പോൾ ആദിമ വിശ്വാസിയായ മറിയം ഇനി എന്നാണ് ഉയർക്കപ്പെടുക? കർത്താവിന്റെ 2ാമത്തെ വരവിലാണ് ഉയർക്കപ്പെടുക. മറ്റാർക്കും ഇതുവരെ സ്വർഗത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. മറിയം സ്വർഗാരോഹണം ചെയ്യുന്ന കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടും, ആദ്യം എടുക്കപ്പെടും. ജീവനോടിരിക്കുക നമ്മൾ മേഘങ്ങളിൽ എടുക്കുക, അതാ വചനം പറയുന്നത്. ഇന്ന് മറിയത്തോട് പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ബൈബിൾ അത് അനുവദിക്കുന്നുണ്ടോ? വചനത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? മറിയത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാമോ? ഇല്ല, യേശുവിന്റെ നാമത്തിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. യോഹന്നാൻ 14:13-14 വായിക്കുക. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പൊ യേശു ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവരെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. കാരണം എന്താണ്? നമ്മൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാനേ വ്യവസ്ഥയുള്ളൂ. മറ്റാരോടും പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. കാരണം യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ മതിയായവനാണ്. പിന്നെ അവിടെ മറ്റൊരാളുടെ ആവശ്യമില്ല. കാരണം യേശു ജീവിക്കുന്ന ദൈവമാണ്. പലരും ദൈവമാതാവ് എന്ന് വിളിക്കുന്നുണ്ട് മറിയമിനെ. യഥാർത്ഥത്തിൽ മറിയം ദൈവത്തിന്റെ മാതാവാണോ? ഇല്ല, മറിയം യേശുവിന്റെ ഈ ഭൂമിയിൽ അമ്മ മാത്രമാണ്. ദൈവം തെരഞ്ഞെടുത്ത കൃപ ലഭിച്ച ഒരു സഹോദരി ഈ ഭൂമിയിലെ അമ്മയാണ്. കാരണം ദൈവത്തിന് ആരംഭം ഇല്ല. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പൊ അവൻ ആദിയും അവസാനവും ഇല്ല, അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. എബ്രായ ലേഖനം 7:3 പറയുന്നുണ്ട്, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനാണ്. അപ്പൊ മറിയത്തിന് നമ്മെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമോ? കാരണം മറിയം മരിച്ചു പോയതുകൊണ്ട് അത് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല അല്ലി. കാരണം എന്നറിയാവോ? അതായത് മറിയം മരിച്ചു പോയ ഒരു സഹോദരി ആയതുകൊണ്ട് ഒരിക്കലും എന്താ പറയുക, നമ്മളെ സഹായിക്കാനായിട്ട് കഴിയില്ല. ഇപ്പൊ ധനവാനും ലാസറും മരിച്ചപ്പോ അവിടെ ലാസർ എന്ത് ചെയ്യാ? അവൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ വിശ്രമിക്കുകയാണ്. അപ്പം ക്രിസ്തീയ വിശ്വാസി മരിച്ചാൽ, മറിയം ക്രിസ്തീയ വിശ്വാസിയാണ്, ക്രിസ്തീയ വിശ്വാസി മരിച്ചാൽ എന്ത് ചെയ്യുക? വിശ്രമത്തിലേക്ക് പോയി. മറിയത്തിന് നമ്മെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയോ? മറിയം മരിച്ചു പോയതുകൊണ്ട് മറിയത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയില്ല. കാരണം യേശുവിന്റെ 2ാമത്തെ വരവിലാണ് മറിയം എടുക്കപ്പെടുക. മാത്രമല്ല, അവർക്ക് ഉണർന്നെഴുതലൊക്കെ കേൾക്കും. കാരണം നമുക്കറിയാം, മരിച്ച ഒരു വിശ്വാസി പർദീസയിൽ വിശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിൽ മറഞ്ഞിരിക്കുന്നതെന്നാണ്. ഇനി അവർക്ക് കേൾക്കാവുന്നതും കഴിയുന്ന ഒന്ന് മാത്രമാണ്, കാഹളധ്വനി മാത്രമേ അവർക്ക് കേൾക്കാനായിട്ട്. ക്രിസ്തുവിൽ മരിച്ചവനാണെങ്കിൽ കാഹളധ്വനി കേൾക്കാനായിട്ട് കഴിയും. മാത്രമല്ല, ധനവാന്റെയും ലാസറിന്റെ ഉപമയിൽ എന്താ പറയുക? അവിടെ ലാസർ വിശ്രമത്തിലാണ്, അബ്രഹാം പിതാവിന്റെ മടിയിൽ ധനവാനോട് പറയുന്നുണ്ട്. അപ്പം അവിടെ സംസാരിക്കുന്ന ആരാ? ധനവാനാ. അത് നരകത്തിന് വേണ്ടി യാതൊരു സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുന്നവനാണ് സംസാരിക്കുക, അവന് പറ്റും. പക്ഷെ അബ്രഹാം പിതാവിനോട് സംസാരിക്കാൻ അവിടെ ലാസറിന് പറ്റിയില്ല. കാരണം വിശുദ്ധന്മാരുടെ പട്ടികയിൽ കയറി പറ്റിയ ആളാണ്. അപ്പോ മാത്രമല്ല, പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാൻ കഴിയും. നമ്മെ സഹായിക്കാൻ ഈ ലോകത്ത് പരിശുദ്ധാത്മാവിന് പറ്റും. കാരണം യോഹന്നാൻ 14:26 പറയുന്നത്, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ തന്നെ ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും.
ദൈവത്തിന് നമുക്ക് നേരിട്ട് സഹായിക്കാൻ കഴിയും. മറ്റൊരാളുടെ ആവശ്യം അവിടെ ഒരു മധ്യസ്ഥന്റെയോ ഇടനിലക്കാരന്റെയോ ആവശ്യം അവിടെ ഇല്ല. ഇപ്പൊ സങ്കീർത്തനങ്ങൾ 121:2 പറയും, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വ്യക്തമാണ്, അവിടെ വരുന്നു എന്ന് വ്യക്തമാണ്. അപ്പൊ പിന്നെ മറ്റൊരാളുടെ ആവശ്യം അവിടെ ഇല്ല. പിന്നെ നാം എങ്ങനെയാ മറിയത്തെ കാണേണ്ടത്? ദൈവം തെരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം യേശുവിന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾക്ക് നല്ല മാതൃകയായ സ്ത്രീയാണ്. യേശുവിന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾക്ക് നല്ല മാതൃക മാത്രമല്ല, യേശുവിന്റെ അമ്മ നമ്മെ പോലെ കൃപ ലഭിച്ചവളാണ്. അല്ലാതെ കൃപ നിറഞ്ഞവളല്ല, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് ദൂരം പറയുന്നത്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. എന്ന് വെച്ചാൽ യേശുവിന് ഈ ഭൂമിയിൽ ജന്മമെടുക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇപ്പൊ ഇന്ന് യേശുവിന്റെ അമ്മ എന്റെ നാട്ടിൽ വരുവാണെങ്കിൽ, മലയാളത്തിൽ വരുവാണെങ്കിൽ ആദ്യം കൊണ്ടുപോയി എന്റെ വീട് ഞാൻ വിരുന്ന് കൊടുക്കും. കാരണം എനിക്ക് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ആദരവും ഉണ്ട്. പക്ഷെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ബൈബിളിൽ വ്യവസ്ഥയില്ല. അതാണ്. മറിയം നിത്യകന്യകയാണോ? യേശുവിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിത്യകന്യകയാണോ? അതിന്റെ പ്രകാരം യേശുവിനെ ജനിപ്പിക്കുന്നത് വരെ കന്യകയായിരുന്നു. കാരണം കന്യകയായ മറിയമെന്നാണ്, കന്യകയിൽ യേശു ജനിക്കുമെന്നാണ് പ്രവചനം. യേശു ജന്മമെടുക്കുന്നവരെ, യേശുവിനെ പ്രസവിക്കുന്നത് വരെ കന്യകയായിരുന്നു. കാരണം അതാണല്ലോ യേശുവിൻ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയും, പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും കന്യകയല്ല, ആ ഒരു തരത്തിലല്ല. പിന്നെ രണ്ടാമത്തെ തരത്തിൽ പിന്നീട് സാധാരണ ദാമ്പത്യ ജീവിതം ഉണ്ടായതായി നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ അറിഞ്ഞില്ല, പരിഗ്രഹിച്ചില്ല. മത്തായി 1:25 മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകൻ അവൻ യേശു എന്ന് പേർ വിളിച്ചു, ആദ്യ ജാതനെ പ്രസവിച്ചു. അതിന്റെ അർത്ഥം എന്താ? സൂചന എന്താണ്? അതിനുശേഷം പിന്നെ ഉണ്ടെന്ന. മാത്രമല്ല ലൂക്കോസ് 2:7 അത് തന്നെ പറയാ, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പൊ അവിടെയും ആദ്യജാതനെ, ഏകജാതനെ എന്നല്ല, ഏകജാതനെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. ഇവിടെ ബൈബിൾ അതിന്റെ സൂചന പറയുന്നത് എന്താണ്? ആദ്യജാതനെ. മനസ്സിലായോ? അതുപോലെ തന്നെ യേശുവിന്റെ സഹോദരങ്ങൾ ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ലൂക്കോസ് മത്തായി 13:55, മർക്കോസ് 6:3, യോഹന്നാൻ 7:5 ഇത് തന്നെ പറയണേ. അവിടെ ഇത് പറയാ, അവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസ, ശീമോൻ, യൂദ എന്നിവരല്ലയോ. ഇത് തന്നെ ഈ 3 ഭാഗങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് അവൻ ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ്? യേശുവിന്റെ സഹോദരന്മാരും അവൻ, യോഹന്നാൻ 7:5 പറയാ, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പൊ യേശുവിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അതിന് നാം എന്തെല്ലാം തരത്തിൽ അത് വേറെ ആളുകളുടെ ബന്ധുക്കളാന്നൊക്കെ പറഞ്ഞ് പലതരം തെറ്റായ പഠിപ്പിക്കലുണ്ട്. പക്ഷെ അപ്പൊ ആദ്യം പറഞ്ഞതിന്റെ ഇതിന്റെ സഹോദരങ്ങൾ ഉണ്ടെന്നതിന്റെ സൂചനയാണ് ആദ്യജാതനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാല്. ആദ്യജാതനെ അത് കഴിഞ്ഞാൽ പിന്നീട് മക്കളുണ്ടായി എന്നുള്ളതാണ് എന്റെ അർത്ഥം. കാരണം ഇസ്രായേലിൽ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അവരുടെ നിയമം അനുസരിച്ച് അങ്ങനെ തോന്നിയ പോലെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. വിവാഹം കഴിച്ചാൽ ജോസഫുമായിട്ട് നല്ല കുടുംബജീവിതം നയിക്കണം. അതാണ്. അതുപോലെ തന്നെ എന്നിട്ട് യേശു പിന്നെ പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 3:35 ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിന്റെ സഹോദരനും അമ്മയും ആരൊക്കെയാ? ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ്. എന്നാൽ യേശുവിന്റെ അമ്മയല്ലെന്നല്ല പറഞ്ഞത്. അതിന്റെ അർത്ഥം യേശുവിന്റെ അമ്മ ഈ ഭൂമിയിലെ അമ്മയല്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് യേശുവിന്റെ അത് ആ ഒരു കാറ്റഗറി വരുമ്പോൾ യേശുവിന്റെ അമ്മയാണ്. യേശുവിന്റെ അമ്മയും വചനം അനുസരിച്ചവളാണ് മറിയം. അപ്പൊ നമ്മളെല്ലാവരും യേശുവിന്റെ അമ്മയും സഹോദരന്മാരും, വചനം അനുസരിക്കുന്നവരെല്ലാവരും യേശുവിന്റെ സഹോദരന്മാരും അമ്മയുമാണ്. എന്നിട്ട് വീണ്ടും 8:30 യൂക്കോസ് 8:21 പറയുന്നു, അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രയെന്ന് ഉത്തരം പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ യേശുവിനെ പ്രസവിക്കുന്നത് വരെ മറിയം കന്യകയായിരുന്നു. അതാണ് ബൈബിൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇത് കർത്താവ് കൊടുത്ത ഒരു നിയോഗമാണ്. കാരണം മത്തായിയുടെ 1:21 പറയുന്നുണ്ട്, എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും
സംഭവിച്ചു. ഇത് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി സംഭവിച്ചതാണ്. നിത്യകന്യക എന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തലന്മാർ പുതിയ നിയമസഭയിൽ പഠിപ്പിച്ചതായി ബൈബിളിൽ കാണുന്നില്ല. ബൈബിളിൽ യേശുവിന് സഹോദരങ്ങളുണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ബ്രദർ, ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഒരു ക്രിസ്ത്യാനി മറിയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? മറിയത്തെ നമ്മൾ കാണേണ്ടത് മറിയം തെരഞ്ഞെടുത്ത അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്, സ്ത്രീയാണ്. യേശുവിന്റെ ഭൂമിയിലെ അമ്മയാണ്. വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും നല്ല മാതൃകയാണ്. എന്നാൽ ആരാധനയും പ്രാർത്ഥനയും മധ്യസ്ഥതയും ദൈവത്തിനും യേശുക്രിസ്തുവിനും മാത്രമുള്ളതാണ്. ആരാധനയും പ്രാർത്ഥനയും മധ്യസ്ഥതയും ദൈവത്തിനും യേശുക്രിസ്തുവിനും മാത്രം ഉള്ളത്. മധ്യസ്ഥത ചെയ്യുമ്പോൾ എപ്പോഴും എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കണം, യേശുവിന്റെ നാമത്തിൽ പിതാവിനോട്, നാം യേശുവിനോട്, യേശു പിതാവിനോട്. അതാണ് അതിന്റെ സിസ്റ്റം. മറിയം തന്നെ ആളുകൾ അടുക്കലേക്കല്ല, യേശുവിന്റെ അടുക്കലേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ യേശുവിലായിരിക്കണം. അബ്രഹാം ബ്രദറിന് സമയം, ബ്രദറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന് ദൈവവചനാടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി തന്നതിന് നന്ദി പറയുന്നു. പ്രിയരെ, ഇന്ന് നാം കണ്ടത് മനുഷ്യരുടെ അഭിപ്രായമല്ല, ദൈവവചനത്തിന്റെ വെളിച്ചത്തിലാണ്. യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ, മധ്യസ്ഥൻ, പ്രത്യാശ. അവനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംശയങ്ങളും ചോദ്യങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9846718296.